നമസ്കാരം, ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത തായ്വാനിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായി എന്നുള്ളതാണ്. നിരവധി പേരെ കാണാതാവുകയും നിരവധി പേർക്ക് മരണം സംഭവിക്കാനും ഇടയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. തായ്വാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് 7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടുണ്ടോ എന്ന വിലയിരുത്തൽ നടന്നു വരികയാണെന്ന് തായ്വാന്റെ ദേശീയ അഗ്നിശമന ഏജൻസി അറിയിച്ചു. തായ്വാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. ഇലാൻ നഗരത്തിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. 73 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്നും റിപ്പോർട്ടുണ്ട്. തലസ്ഥാനമായ തായ്പേയിൽ ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്നവർ ഭയന്ന് പുറത്തേക്ക് ഓടി. നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടുണ്ടോ എന്ന വിലയിരുത്തൽ നടന്നു വരികയാണെന്ന് ഈ അഗ്നിശമന ഏജൻസി അറിയിച്ചു. 2 ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തായ്വാൻ ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലമാണ്. ഇതിനു മുമ്പും പലവട്ടം ഈ തായ്വാനിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2000-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത് 1999-ലാണ്. അതിനുശേഷം 2016-ൽ തെക്കൻ തായ്വാനിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം 100-ലധികം പേരാണ് അന്ന് മരിച്ചത്. ശക്തമായ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കുലുക്കം സംഭവിക്കുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണതായും അതേ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റതായും ഒരു റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, ഇതിനിടയിൽ നിരവധി പേരെ കാണാതാവുകയും ഒരുപക്ഷെ അവർ ജീവൻ രക്ഷാർത്ഥം ഇറങ്ങി പുറത്തേക്ക് ഓടിയതാണോ അതോ ഇതിനിടയിൽ ഈ അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾക്കിടയിലോ മറ്റോ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിച്ചു വരികയാണ്. തായ്വാൻ മുഴുവൻ ഇപ്പോൾ നിരവധി ആളുകൾ ഇപ്പോഴും ഈ ഭൂകമ്പത്തിന്റെ ഭയത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി ഏകദേശം 11:05-നാണ് ഭൂകമ്പം ഉണ്ടായതായി തായ്വാനിലെ കേന്ദ്ര കാലാവസ്ഥാ ഏജൻസി അറിയിച്ചത്. ഭൂകമ്പത്തിന്റെ ഫോക്കൽ ആഴം 72.8 കിലോമീറ്റർ ആയിരുന്നു. തായ്വാനിലെ നാഷണൽ ഫയർ ഏജൻസിയുടെ കണക്കനുസരിച്ച് നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ നടന്നു വരികയാണ്. അതേസമയം ഭൂകമ്പത്തിന് ശേഷം സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. രാത്രി വൈകിയാണ് ഭൂകമ്പം ഉണ്ടായത്. ഏകദേശം രാത്രി 11:05-നാണ് ഈ ഭൂകമ്പം ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മാത്രമല്ല, ഈ ഭൂകമ്പ മേഖലയിലെ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഭൂകമ്പത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി ഉടൻ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് തായ്പേയ് നഗര സർക്കാർ അറിയിച്ചത്. എന്നിരുന്നാലും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഭൂകമ്പത്തെ തുടർന്ന് തായ്വാനിലെ കെട്ടിടങ്ങൾ ആടി ഉലഞ്ഞതായും തായ്വാനിലുടനീളം ഭൂചലനം അനുഭവപ്പെട്ടതായും വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബുധനാഴ്ച തായ്വാനിലെ തെക്ക് കിഴക്കൻ തീരദേശ കൗണ്ടിയായ ടൈറ്റങ്ങിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. വെറും 3 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയ ഭൂകമ്പം ഉണ്ടായതെന്ന് ദ്വീപിൻ്റെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തായ്വാൻ തലസ്ഥാനമായ തായ്പേയിൽ പോലും ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങി. മാത്രമല്ല, ഭൂകമ്പത്തിൻ്റെ ആഴം ഏകദേശം 11.9 കിലോമീറ്റർ ആയിരുന്നു. തായ്വാനിലെ കവോസിയുങ് ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. പ്രഭവ കേന്ദ്രത്തിനു സമീപം ശക്തമായ പ്രകമ്പനങ്ങൾ ഉണ്ടായി. തെക്ക് കിഴക്കൻ കൗണ്ടിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അലമാരകളിലെ സാധനങ്ങൾ ഭൂചലനത്തിൽ തകർന്നു വീഴുന്ന കാഴ്ചയായി പുറത്തു വരുന്നുണ്ട്. 2024 ഏപ്രിലിലും തായ്വാനിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു അത്. കുറഞ്ഞത് 17 പേരുടെ മരണത്തിന് ഇത് കാരണമായി. ആ ഭൂകമ്പം മണ്ണിടിച്ചിലിനും ഹുവാലിയന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് വ്യാപകമായ നാശത്തിനും കാരണമായിരുന്നു. ഏതായാലും ഇപ്പോൾ 3 ദിവസത്തിനുള്ളിലെ 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അതും ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തിയതായിരുന്നു ഇന്നത്തെ ഭൂകമ്പം, ഇപ്പോഴുണ്ടായ ഭൂകമ്പം. അങ്ങനെ ഏതായാലും തായ്വാനിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരാണ്. കാരണം ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഭൂകമ്പങ്ങളെ തുടർന്ന് ഈ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് ഈ രാത്രി തായ്വാനിലെ ജനങ്ങൾ. ഏതായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.